പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഭരണം നിലനിർത്തുവാൻ ആം ആദ്മി പാർട്ടിയും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ഇറങ്ങുമ്പോൾ പഞ്ചാബിൽ ഇക്കുറി തീപ്പാറുമെന്നുറപ്പാണ്. AAPയെ സംബന്ധിച്ച് കയ്യിലിരുന്ന ഡൽഹി BJPക്ക് മുന്നിൽ അടിയറവ് വെച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് പഞ്ചാബ് മാത്രമാണ്. എന്നാൽ രാഘവ് ചത്ത ഉൾപ്പെടെയുള്ള രാജ്യസഭാ MPമാർ BJPക്ക് പിന്നാലെ പോയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ അടിത്തറ തകരാതെ നോക്കിയിട്ട് വേണം പഞ്ചാബ് പിടിച്ചു നിർത്താൻ. അതേസമയം പുറത്തുവന്ന പ്രീ പോൾ സർവേകൾ ഒന്നൊന്നായി കോൺഗ്രസിന് അനുകൂലമായി വരുന്നത് AAPയുടെ ചങ്കിടിപ്പ് ഏറ്റുന്നുണ്ട്. പഞ്ചാബിലെ പ്രാദേശിക ഓൺലൈൻ ചാനലുകളിൽ പുറത്തുവന്ന അഭിപ്രായ വോട്ടെടുപ്പിൽ AAPയെ തറപറ്റിച്ച് കോൺഗ്രസ് പഞ്ചാബ് പിടിക്കുമെന്നാണ് കട്ടായം പറഞ്ഞത്. കർഷകരെ ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ട AAPക്ക് തിരിച്ചുവരാനുള്ള അവസരം ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പിന്നാലെ നേതാക്കന്മാർ BJPക്ക് കൈകൊടുക്കുമോ എന്ന ഭയവും വോട്ടർമാരെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ട്. അടുത്ത പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2027 ഫെബ്രുവരിയിലോ അതിനു മുൻപോ നടക്കാനാണ് സാധ്യതയുള്ളത്. 117 അംഗ നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭൂരിപക്ഷത്തിന് 59 സീറ്റുകൾ ആവശ്യമാണ്. നിലവിലെ അഭിപ്രായ സർവേകളിൽ കോൺഗ്രസിന് 70 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ പ്രകടനം 50 സീറ്റുകൾ വരെ എത്തുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ആം ആദ്മി പാർട്ടിക്ക് പുറമെ ശിരോമണി അകാലിദളിനും ഇക്കുറി കാര്യമായ ചലനങ്ങൾ പഞ്ചാബിലുണ്ടാക്കാൻ സാധിക്കില്ലെന്നും സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പതിവ് പോലെ BJP ഇക്കുറിയും നിലം തൊടില്ല. MLAമാരുടെ എണ്ണം 2 അക്കം കടത്താൻ BJPക്ക് സാധിക്കില്ലെന്നും ഉറപ്പിക്കാം. പഞ്ചാബിലെ വേഗത്തിൽ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും മനസ്സിലാക്കാൻ ഒരു പരിധിവരെ സർവേകൾക്ക് സാധിക്കാറുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP പഞ്ചാബ് പിടിക്കുമെന്ന് വിധിയെഴുതിയ സർവേകൾ തന്നെയാണ് ഇക്കുറി കോൺഗ്രസിനും അനുകൂലമായി പറഞ്ഞിരിക്കുന്നത്. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് AAPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പഞ്ചാബിലെ മുനിസിപ്പൽ വാർഡുകളിൽ 45%-ലധികം സീറ്റുകളിൽ വിജയം നേടിയാണ് ആം ആദ്മി പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. പഞ്ചാബ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ അനുസരിച്ച് ആകെ 1977 വാർഡുകളിൽ 886 എണ്ണത്തിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചിരുന്നു. ബഹുദൂരം പിന്നിലായിരുന്ന കോൺഗ്രസ് പക്ഷേ 358 വാർഡുകൾ നേടി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതേസമയം കോൺഗ്രസിന് ആശ്വാസകരമല്ലാത്ത ചില വാർത്തകളും പഞ്ചാബിൽ നിന്നും വരുന്നുണ്ട്. അധികാരം പിടിക്കുമെന്ന സർവേ ഫലങ്ങൾക്ക് പിന്നാലെ പഞ്ചാബ് കോൺഗ്രസിൽ ആധിപത്യത്തിനായുള്ള വടംവലി ശക്തമാകുന്നുണ്ട്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടിയിൽ പുതിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാ വാറിങ്ങും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാകാതെ നീളുന്നത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഇത് ഇനിയും നീട്ടാതെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിന് പ്രതീക്ഷകളുണ്ട്. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ തന്നെ മുഖ്യമന്ത്രി മുഖത്തെ നിശ്ചയിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇത്തരമൊരു പ്രഖ്യാപനം വേണ്ടെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാടെടുത്തത്. ചരൺജിത് സിംഗ് ചന്നി തന്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കാനായി ഈ ആഴ്ച അവസാനം അനുയായികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇതൊരു പരസ്യമായ കലാപത്തിനല്ലെങ്കിലും പാർട്ടിയുടെ ഭാവി തീരുമാനങ്ങളിലും സംഘടനാപരമായ കാര്യങ്ങളിലും തനിക്ക് അർഹമായ പ്രാധാന്യം വേണമെന്ന വ്യക്തമായ സന്ദേശം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. പാർട്ടിയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് രാജാ വാറിങ്. 4 വർഷമായി പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുകയാണെന്നും സ്ഥാനങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് മാത്രമാണെന്നും രാജാ വാറിങ് വ്യക്തമാക്കുന്നുണ്ട്. മുഗൾസറിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ ചന്നിക്ക് വേണ്ടി മുദ്രാവാക്യം ഉയർന്നതും വിഭാഗീയത മറനീക്കി പുറത്തു വരാൻ കാരണമായിട്ടുണ്ട്. അധികാരത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതകൾ നിലവിൽ പഞ്ചാബിൽ കോൺഗ്രസിന് അനുകൂലമാണ്. എന്നാൽ ഈ വടംവലി പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ടെന്നാണ് വാസ്തവം.